ഇതുപോലെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പം ഇറച്ചി നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ റൈസ് നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന്, കുരുമുളക് പൊടി, ബിരിയാണി മസാല, കുറച്ച് ഓയിലും കൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇതിങ്ങനെ വഴന്ന് വരുമ്പോൾ ഇലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിക്കുക. ഇതിങ്ങനെ വെന്ത് വരുമ്പോഴേ ആ ബീഫ് വേവിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ ഇട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ. ഇത് വീണ്ടും അടച്ച് വെക്കണേ. വിറകടുപ്പിലാണ് റൈസ് വേവിക്കണത്. ഇടക്ക് കറണ്ട് പോയി ഉപ്പിട്ട് കൊടുത്തിന്, റൈസ് ഇട്ട് കൊടുത്ത്, റൈസ് വെന്തപ്പോൾ ഊറ്റിയിട്ട് കൊടുക്കണം. ഇനി അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് നെയ്യും കൂടി ഇതുപോലെ ഇങ്ങനെ മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. മുകളിൽ കുറച്ചും കൂടി ഇല ഇട്ട് കൊടുത്ത് അടുപ്പിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്ത് ദം ചെയ്യാം. അരമണിക്കൂർ നേരം ദം ചെയ്യണ്ടേ. തൈരും ചമ്മന്തിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ, അടിപൊളിയാണ് ഇത് കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് മിക്സാക്കി കൊടുക്കുക. അതാണ് ഈ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ്. ഇനി ഇതുപോലെ ഇങ്ങനെ വിളമ്പി സെർവ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ചൂടോടുകൂടി കഴിക്കണം, അടിപൊളിയാണ്. ഫോളോ ചെയ്യണേ. ഓക്കെ.